സാധാരണയായി പ്രത്യേകിച്ചും സ്ത്രീകളിൽ കൂടുതൽ കാണുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന കേസുകളിൽ ഒന്നും അത് തന്നെയാണ്. ഒരാളുടെ തലയിൽ ഏകദേശം 1,00,000-ലധികം ഹെയർ ഫോളിക്കിൾസ് ഉണ്ടെന്നാണ് കണക്ക്. നന്നായിട്ട് മുടി ശ്രദ്ധിക്കുന്ന ഒരാളുടെ തലയിൽ നിന്നും മിനിമം 30 മുതൽ 50 വരെ മുടി ഒരു ദിവസം കൊഴിയും എന്നാണ്. സാധാരണ ഒരാളുടെ ശരീരത്തിൽ നിന്നും 50 മുതൽ 100 മുടി വരെ കൊഴിയാവുന്നത്. ഇതിനു മുകളിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിന് ഒരു അസുഖമായി പരിഗണിക്കാൻ പാടുള്ളൂ. മുടി കൊഴിച്ചിലിന് എന്താണ് പ്രത്യേകിച്ച് കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിന് ചികിത്സിക്കുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്കതിനെ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ടെസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ചും ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം എന്ന്. പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയും, CBC എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ രക്തത്തിൽ അയേണിൻ്റെ കുറവ്, ഇരുമ്പിൻ്റെ കുറവുണ്ടോ എന്നറിയാൻ വേണ്ടി ഫെറിറ്റിൻ എന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് തൈറോയിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് പൊതുവെ മുടി കൊഴിച്ചിൽ കൂടും. അപ്പോൾ TSH അതുപോലെ T3 T4 തൈറോയിഡ് പ്രൊഫൈൽ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ B12 അതുപോലെ വൈറ്റമിൻ D3 ഈ 2 ടെസ്റ്റ് ചെയ്യുന്നത് മുടി കൊഴിച്ചിലിന് നോക്കുന്നത് നല്ലതാണ് നമുക്ക്. പിന്നെ അതുപോലെ മിനറൽസിൽ പ്രത്യേകിച്ചും കോപ്പർ അതുപോലെ സിങ്ക്, സിറം കോപ്പർ, സിറം സിങ്ക് അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ശരീരത്തിൽ അത് കുറവുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് കാണുന്നത് PCOD ഉള്ള സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ കാണുന്നതാണ് കൂടുതലായിട്ടും ഹെയർ ഫോൾ. അപ്പോൾ PCOS പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഹോർമോൺ ടെസ്റ്റുകളുണ്ട്. FSH, LH, പ്രൊലാക്റ്റിൻ പോലുള്ള ടെസ്റ്റുകളുണ്ട്. അതുപോലെ ടെസ്റ്റോസ്റ്റിറോൺ. ഈ ടെസ്റ്റുകളൊക്കെ നമ്മളൊന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അതുപോലെ നല്ല രീതിയിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് മുടി കൊഴിച്ചിൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ HbA1c എന്ന ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അത് ചെയ്താൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് മുതിർന്ന ആളുകളിൽ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുന്നതും നന്നായിരിക്കും. അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ നമ്മുടെ മനസ്സിലൊന്ന് ഓർത്തു വെക്കുക. കാരണം ഈ ടെസ്റ്റുകളിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാരണം കൊണ്ട് മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ നല്ല ഹെയർ ഫോൾ കിട്ടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ.